കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ദൈവ ആരാധനയിലൂടെ. ദൈവവചനം കേട്ടുകൊണ്ട് ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയും. ഒരു സിസ്റ്ററിൻ്റെ ശരീരത്തിൻ്റെ ഒരു സൈഡ് മുഴുവൻ തളർന്ന് രോഗശൈലായിരുന്നു. സഹോദരങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ട് ദൈവമായ കർത്താവിനെ ആരാധിച്ചു. ഇവിടെ ഈ തളർന്ന ഈ സിസ്റ്റർ പരിപൂർണമായി സൗഖ്യപ്പെട്ടുകൊണ്ട് ആ സഹോദരി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരു വലിയ ദൈവാനുഭവം. സിസ്റ്റർ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ തന്നെ കാണാനായിട്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടായിരിക്കും ഓർത്തു. അതൊന്നുമല്ല, സിസ്റ്റർ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി സിസ്റ്റർ വന്ന്. എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ തളർന്ന് ഞാൻ കിടക്കയിലായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ ദൈവമായ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ വേദനകളെ ഒപ്പിയെടുക്കുന്ന ദൈവം എത്ര പാപിയാണെങ്കിലും, എത്ര തള്ളിപ്പറഞ്ഞവനാണെങ്കിലും, ഒറ്റുകൊടുത്തവനാണെങ്കിലും തമ്പുരാൻ ആരെല്ലാം തമ്പുരാനെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടോ ആ സഹനത്തിലേക്ക് ഇറങ്ങി വന്ന് ആ സഹനത്തിൽ നിന്ന്, ആ വേദനയിൽ നിന്ന് മോചിപ്പിക്കുവാൻ സന്നദ്ധനായ ഒരു ദൈവമാണ് തിരുവോസിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം. തിരിച്ചറിയുക എന്നുള്ളത്, എൻ്റെ ഉള്ളിൽ വസിക്കുന്നവനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എങ്ങനെ അവൻ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും, അവൻ എങ്ങനെ എൻ്റെ ഉള്ളിൽ വസിക്കും, അവൻ എന്നെ എങ്ങനെ സുഖപ്പെടുത്തും, അവൻ എന്നോടുകൂടെ എങ്ങനെ ആയിരിക്കും. ഈശോ ശരീരത്തിൽ വസിക്കുമ്പോൾ ഈശോയ്ക്ക് പരിപൂർണമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിക്കും? വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയൊക്കെ അവിടെ സംഭവിക്കും. ഓരോ ക്രിസ്ത്യാനിയിലും ഈശോ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുക. ലോകത്തോടുള്ള താല്പര്യമാണ് പ്രിയ ദൈവജനമേ ദൈവരാജ്യം അനുഭവിക്കുവാനായിട്ട് തടസ്സമായിരിക്കുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ്. ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നപ്പോൾ, യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഈശോ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവർ ഇവരും ആ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് അവർ വളരെ നെഗളിച്ച് ആനന്ദിച്ച് ഇവിടെ അവരുടെ കൂടെ നടക്കുക. ഇതിൻ്റെ സത്യത്തെ അവർ തിരിച്ചറിയുന്നില്ല. തങ്ങളിലേക്കാണ് ഈ കർത്താവിൻ്റെ കാരുണ്യം കടന്നു വരുന്നതെന്ന് അവരൊരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. കൂടെ നടന്ന് ആഹ്ലാദിച്ചു. ഒരു നിമിഷം ഈശോ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഈശോയെ മരണത്തിനു വേണ്ടി വിധിക്കപ്പെടുന്ന സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ അവിടെ പത്രോസ് പതറിപ്പോകുകയാണ്. ആ ദൈവാനുഭവത്തിൽ നിലനിൽക്കുവാനുള്ള ആ വലിയ കൃപ അവിടെ ലഭിക്കപ്പെടുന്നില്ല. പത്രോസ് 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവുക. ഈശോ നോക്കുന്നുണ്ട് പത്രോസിനെ. അപ്പോഴാണ് സത്യം മനസ്സിലായത്. തൻ്റെ ഗുരുവിനെയാണ്, കൂടെ നടന്ന് തൻ്റെ ഗുരുവിനെയാണ് നിഷേധിക്കുന്നതെന്ന് അപ്പോൾ മനസ്സിലാവുകയും വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പോകുന്ന പത്രോസ് ഇവിടെ വീണ്ടും പഴയ പണിക്ക് അലയിറക്കുവാൻ വേണ്ടി കടലിലേക്ക് യാത്ര ചെയ്യുകയും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്കൊന്നും തന്നെ ലഭിക്കപ്പെടുന്നില്ല. അവിടെ ഒന്നും ലഭിക്കാത്ത സമയങ്ങളിലുമൊക്കെ ആരെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്? യേശുവിനെ കുറിച്ച് അറിയുവാനായിട്ട്, അല്ലെങ്കിൽ യേശുവിനെ ഒന്ന് കണ്ടെത്തുവാൻ വേണ്ടി, യേശുവിനോട് കൂടെ ആയിരിക്കുവാനായിട്ട് ആ വള്ളത്തിലുള്ള ശിഷ്യന്മാരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഗുരു കൂടെ ആയിരുന്നപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല, സമൃദ്ധി ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് തന്നെയാണ്. ഗുരു നഷ്ടപ്പെടുമ്പോഴാണ്, ഗുരു സാന്നിധ്യത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും ആ സമാധാനവും സ്വസ്ഥതയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഗുരു സാന്നിധ്യത്തെ, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈശോ നമ്മെ നോക്കുന്നുണ്ട്. പത്രോസിനെ നോക്കിയതുപോലെ ഈശോ നമ്മെ നോക്കുന്നുണ്ട്. ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്ക്, ലോകത്തിൻ്റെതായ താല്പര്യങ്ങളിലേക്ക്, ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങളിലേക്കൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ലോകമോഹങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോ നമ്മയും പത്രോസിനെ നോക്കിയതുപോലെ നമ്മുടെ ഉള്ളാലെ ഇരുന്നു കൊണ്ട് നമ്മുടെ ആത്മാവിനെ അവിടുന്ന് നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും നോക്കാതെ, വകവെക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് വ്യതിചലിച്ച് കടന്നു പോകുമ്പോൾ പിന്നീടുണ്ടാകുന്നത് ഗുരു സാന്നിധ്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ. എന്ത് ചെയ്താലും യാതൊരു പ്രയോജനവും, ഒരു അഭിവൃദ്ധിയില്ല, എന്ത് ചെയ്താലും അതിന് ഒരു ഫലമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ കടന്നു വരുമ്പോൾ ഇവിടെ വചനത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് അവരുടെ ആ മനസ്സുകളെയും ചിന്തകളെ ഒക്കെ കൊണ്ടുവരുമ്പോൾ, പ്രിയപ്പെട്ട വചനം കേൾക്കുവാനും വചനം അനുസരിക്കുവാനും ദൈവസ്നേഹത്തിലേക്ക് അവരെ നയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പൊടുന്നനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ആരെല്ലാം തൻ്റെ ഉള്ളിലുള്ള ഗുരുവിനെ അനുഭവിക്കാതെ കടന്നു പോകുമ്പോഴാണ്, ലോകമോഹങ്ങളിൽ കടന്നു പോകും ഗുരുവിൻ്റെ സാന്നിധ്യത്തെ, തൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ അനുഭവിക്കുവാൻ പറ്റാതെ വരികയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരുന്ന സംഭവം അതൊക്കെ. ലോകത്തിൻ്റെതായ ചില താല്പര്യങ്ങൾ, ലോകത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ നിന്ന് മറയപ്പെടുകയും, കാരണം അവിടുന്ന് മുഖമെടുത്ത് നമ്മൾ ലോകത്തിലേക്ക്, ചില കാഴ്ചപ്പാടുകളിലേക്ക്, ചില തിന്മയിലേക്ക്, അല്ലെങ്കിൽ ചില അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ പ്രകാശമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ സാധിക്കാതെ വരികയും. ഈ ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷയിൽ ഇവിടെ പങ്കുചേർന്ന ഒരു സഹോദരൻ, മോള് പഠിച്ചു, അവൾക്ക് ഇത് പോയി പഠിക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ദൈവവചനം കേൾക്കാൻ പറഞ്ഞു, ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെ വന്ന് ഒരാഴ്ച വന്ന് ദൈവവചനം കേട്ട് തീഷ്ണതയോടെ കേട്ടു. കാരണം തൻ്റെ ജീവിതത്തിലെ വേദനകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളെല്ലാം കടന്നു വന്നിരിക്കുകയും. അപ്പോൾ ദൈവവചനം കേൾക്കാൻ തീഷ്ണതയുണ്ടായി. കാത് കൂർപ്പിച്ച് ദൈവത്തിൻ്റെ വചനം ഒരാഴ്ച ഇവിടെ കേട്ടപ്പോൾ പ്രിയപ്പെട്ടവർ, അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ആ ആഴ്ച തന്നെ വിദേശത്ത് പോകാനായിട്ട് സാധിച്ചു. അവളുടെ ജീവിതത്തിൻ്റെ കടബാധ്യതകളിൽ നിന്ന് കർത്താവളെ മോചിപ്പിക്കുക. ദൈവവചനം ആരെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ ദൈവിക ജീവൻ വ്യാപരിക്കപ്പെടും. അതുകൊണ്ട് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം പറയും, നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ടാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും, നീ ദേശത്ത് ഒരു അനുഗ്രഹമായി തീരുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും വചനം പഠിപ്പിക്കുകയും നമ്മെ. ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ടാൽ നീ ദേശത്ത് ഒരു അനുഗ്രഹമായിട്ട് മാറ്റപ്പെടും. ആ സഹോദരിയുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹം അവൾ പ്രഘോഷിക്കുക മറ്റൊരാളോട്. വേറൊരു ആള് ജീവിതത്തിൽ ഒത്തിരിയേറെ സമ്പത്തുണ്ടായിരുന്ന ഒരു സഹോദരൻ, ആ സഹോദരൻ്റെ ജീവിതത്തിൽ നിന്ന് ഇതെല്ലാം അകന്നുപോയി. ജീവിതത്തിൻ്റെ അഹന്ത ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഞാൻ ഇത്രമാത്രം വലിയ കുടുംബത്തിലെയാണെന്നും ഇത്രമാത്രം സമ്പത്തിൻ്റെ ഉടയവനാണെന്നുമുള്ള ഒരു മനോഭാവത്തിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, കടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ, വാടക പോലും കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ ആ സഹോദരൻ്റെ ജീവിതം എത്തിച്ചേർന്നിരിക്കുകയും. അപ്പൊ ഈ സഹോദരി ആ സഹോദരന് പറഞ്ഞു, ദൈവവചനം കേട്ടാൽ, ദൈവമായ കർത്താവിനെ ആരാധിച്ചാൽ ആ സമയത്ത് തന്നെ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമെന്ന് ആ സഹോദരനോട് പറഞ്ഞപ്പോൾ ആ സഹോദരൻ തീഷ്ണതയോടെ ഓടി വന്നിരിക്കുക. ഇതെങ്ങനെ പ്രാപിക്കുവാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിൻ്റെ അഹന്ത എപ്പോൾ കടന്നു വന്നോ ആ നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ചാൽ ദൈവാനുഗ്രഹം പൊടുന്നനെ ജീവിതത്തിൽ വെളിപ്പെടും. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള തിരുവചനം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യേശു പ്രകാരമായി തീർന്നു. പരിശുദ്ധ കുർബാനയായി അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു. ഈ അപ്പത്തത്തിലൂടെ യേശു ഉള്ളാലെ കടന്നു വന്നിരിക്കുക, പത്രോസിന്റെ ഉള്ളിൽ കടന്നു വന്നു. പത്രോസേ, നീ ഇവരെക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. ഈശോ അതുമാത്രം നമ്മളോട് ചോദിക്കുന്നത്, മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് നിനക്ക് എന്നെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഈശോ പറഞ്ഞു, പിതാവ് പറഞ്ഞ ഓരോ വാക്കുകളും അനുസരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും അവിടുത്തെ സ്നേഹിക്കുന്നതെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി. പിതാവിനാൽ നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനകളും വചനങ്ങളും അനുസരിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും പരിപൂർണമായും യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഇവിടെ 3 ബലഹീനതകൾ കർത്താവ് വെളിപ്പെടുത്തി. 3-ാം പ്രാവശ്യം വീണ്ടും ശിമയോനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു? അവിടെ തന്നെ അറിയുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ എന്ന് ശിമയോൻ പത്രോസ് ഈശോയോട് ചോദിക്കുക. 3 ദുരാശകളെ ഈശോ
കാണിച്ചു കൊടുക്കുകയും അതിനെ നിനക്ക് കീഴ്പ്പെടുത്തിക്കൊണ്ട് എന്നെ സ്നേഹിക്കുവാൻ പറ്റുന്നുണ്ടോ? നിന്റെ ജഡത്തിൻ്റെ താല്പര്യങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് വചനമാകുന്ന എന്നെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈശോ ചോദിക്കുന്നതാ. നമ്മൾ ഓരോരുത്തർ പറയും ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ ചോദിക്കുക, ഒന്നാം പ്രാവശ്യം ചോദിച്ചത് ഇത് മാത്രമാ, നീ ജഡികമായ താല്പര്യങ്ങൾക്ക് ഉപരിയായി അവയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വചനമാകുന്ന എന്നെ നീ സ്നേഹിക്കുന്നു. എപ്രകാരമാ? വചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് പറ്റുന്നുണ്ട്. തിരുവോസ്വരൂപനായി അപ്പമായിട്ട് യേശു എൻ്റെ ഉള്ളാലെ കടന്നു വരുമ്പോൾ ആ യേശുവാണ് ജഡിക പ്രവണതകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്നത്. ആ യേശുവിനെ സ്നേഹിക്കുമ്പോൾ, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എൻ്റെ ജഡിക പ്രവണതകൾ ആ ദൈവസ്നേഹത്താൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനത്തെ നയിക്കുവാനുള്ള വലിയ കൃപയുടെ അഭിഷേകമാണ് ദൈവമായ കർത്താവ് സ്വപുത്രനിലൂടെ, യേശുനാഥനിലൂടെ പത്രോസിന് കൊടുക്കുകയും ആദ്യത്തെ പ്രാവശ്യം ചോദിക്കുക, നീ ഇതിൻ്റെ മേൽ കൃപ ലഭിച്ചാൽ നീ എൻ്റെ ആടുകളെ നിനക്ക് മേയ്ക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെ മേയ്ക്കണം? തിരുവചനം അനുസരിച്ചു കൊണ്ടാണ് ഒരിടയൻ ആടുകളെ മേയ്ക്കേണ്ടത്. എപ്രകാരമാ? നല്ലിടയനായ യേശു ക്രിസ്തു എപ്രകാരം ആടുകളെ മേയിച്ചോ അപ്രകാരമായിരിക്കണം ഒരു ദൈവവൈതല് ദൈവജനത്തെ അവരെ നയിക്കേണ്ടതെന്ന് ക്രിസ്തു വ്യക്തമായിട്ട് പഠിപ്പിക്കുക. രണ്ടാം പ്രാവശ്യം ചോദിക്കുക, നിന്റെ ആഗ്രഹങ്ങൾ, കണ്ണിൻ്റെ ആഗ്രഹങ്ങൾ. എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ പുറത്തേക്ക് പോയത് ലോകത്തിലേക്കാ. എന്നെ ഉപേക്ഷിച്ചുകൊണ്ട്, എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, തള്ളിപ്പറഞ്ഞുകൊണ്ട് നീ പോയത് ലോകത്തിൻ്റെതായ ആസക്തികളിലേക്ക് നോക്കിക്കൊണ്ട് ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് നീ പോയത്. നീ കടലിലേക്ക് ഇറങ്ങിച്ചെന്ന് പഴയ പണിക്ക് നീ പോയി. കർത്താവ് ഓർമ്മപ്പെടുത്തുകയെ അത് കണ്ണിൻ്റെ ദുരാശയാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക. ഈശോയുടെ കൂടെ ആയിരുന്നപ്പോൾ വള്ളവും വേണ്ട, വലയും വേണ്ട, മീനും വേണ്ട, ഒന്നും വേണ്ട. എല്ലാത്തിനാലും സംതൃപ്തനായ ശിഷ്യന്മാർ, ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർ ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ അവര് ഇറങ്ങിത്തിരിക്കുക. അവരുടേതായ കാര്യങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെയൊന്നും ഫലമുണ്ടാകുന്നില്ല. ഈശോ ഓർമ്മപ്പെടുത്തുകയെ ഈശോ പത്രോസിനോട് പറയുക, പത്രോസ് നീ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട്, ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വചനങ്ങളെ അനുസരിച്ചുകൊണ്ട് നിനക്ക് എന്നെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? പ്രിയ ദൈവജനമേ, ഈ ചോദ്യങ്ങൾ തിരുവചനങ്ങളിലൂടെ നമ്മോട് ഈശോ ഇന്ന് ചോദിക്കുക. നീ ലോകത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ, ജഡത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ, ജീവിതത്തിൻ്റെ അഹന്തയെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ എന്ന് മൂന്നാം പ്രാവശ്യം പത്രോസിനോട് ഈശോ ചോദിക്കുക. ജീവിതത്തിൻ്റെ അഹന്ത, എനിക്ക് തന്നെ പോയി എല്ലാം നേടുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കവനെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അവിടെ ഫലം ചൂടുന്നില്ല. ഈശോ പറയുക, നീ ഫലം ചൂടണമെങ്കിൽ, നിന്റെ പ്രവൃത്തിയിൽ ഫലമുണ്ടാകണമെങ്കിൽ, നീ ആടുകളെ മേയ്ക്കണമെങ്കിൽ, കുഞ്ഞാടുകളെ മേയ്ക്കണമെങ്കിൽ, നീ നിന്റെ ശരീരത്തിൻ്റെ 3 പ്രവണതകളെയും അതിജീവിക്കാതെ ഒരു കാരണവശാലും എൻ്റെ അനുഗ്രഹത്തിന്, പിതാവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുവാൻ നിനക്ക് സാധിക്കത്തില്ല എന്ന് കർത്താവ് യേശുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഈ 3 ജഡിക പ്രവണതകൾ, ശരീരത്തിൻ്റെ പ്രവണതകൾ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇവയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് സഭയെ നയിക്കുവാനായിട്ട്, ദൈവജനത്തെ നയിക്കുവാൻ, കുടുംബത്തെ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കർത്താവെ, അങ്ങയെ സ്നേഹിക്കുന്നത് വചനങ്ങളും കൽപ്പനകളും അനുസരിച്ചുകൊണ്ടാണ്. ജഡിക പ്രവണതയെ അവിടുത്തെ സാന്നിധ്യത്താൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട്, വചനം അനുസരിച്ചുകൊണ്ട് അവയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് പ്രിയ ദൈവജനമേ ജനത്തെ നയിക്കേണ്ടത്, കുടുംബത്തെ നയിക്കേണ്ടതെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയെ കരമുയർത്തി നമുക്ക് സ്തുതിച്ച്, ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ 3-ാം പ്രാവശ്യം പത്രോസ് തകർന്നു പോയേ. കാരണം ആദ്യത്തെ ദുരാശയെ ഈസി ആയിട്ട് തകർത്തു, രണ്ടാമത്തെ ആ കണ്ണിൻ്റെ ആഗ്രഹത്തെയും ഉടനെ തന്നെ തകർത്തു കളഞ്ഞു. 3-ാമത്തേതായപ്പോൾ പത്രോസ് അങ്ങ് ആകപ്പാടെ തകർന്നുപോയി. പത്രോസ് അതിനെ അതിജീവിക്കുക, ജീവിതത്തിൻ്റെ അഹന്തയെ അതിജീവിച്ചപ്പോൾ ഈശോയോട് തന്നെ ചോദിക്കുക, അങ്ങേ സ്നേഹിക്കുന്നു എന്ന് അങ്ങ് അറിയുന്നുണ്ടോ? അങ്ങ് അറിയുന്നില്ലേ എന്ന് ഈശോയോട് ചോദിക്കുക. ഞാൻ പരിപൂർണനാക്കപ്പെട്ടില്ലേ ഈ നിമിഷങ്ങൾ കൊണ്ട് എന്ന് അവിടുന്ന്
പത്രോസ് ഈശോയോട് പറയുക, കാരണം ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ്, ഞാൻ സ്വയം നഗ്നനാണെന്ന് കണ്ടു, ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക്, ലോകത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക്, ജഡത്തിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് ആ ദൈവ സാന്നിധ്യത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി ആ കടലിലേക്ക് എടുത്തു ചാടി യേശുവിൻ്റെ കാൽപാദങ്ങളോട് ചേർന്ന് കിടന്നുകൊണ്ട് തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ആ തമ്പുരാന്റെ ശരീരം സ്വന്തമാക്കുവാൻ, യേശുവിൻ്റെ ശരീരം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തുകൊണ്ട് ആ സാന്നിധ്യത്തിൻ്റെ ശക്തി ഉള്ളാലെ കൊടുത്തുകൊണ്ട് 3 ജഡിക പ്രവണതകളെയും അവസാനിപ്പിച്ചുകൊണ്ട് അവിടുന്ന് സഭയെ നയിക്കുവാനുള്ള വലിയ അഭിഷേകം പത്രോസിന് കൊടുത്തു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. മക്കളെ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. കൃപ വ്യാപരിക. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവവചനം അനുസരിച്ച് ജഡിക പ്രവണത ഇല്ലായ്മ ചെയ്തുകൊണ്ട്, കണ്ണിൻ്റെ ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ജീവിതത്തിൻ്റെ അഹന്തയെ പരിപൂർണമായിട്ടും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നയിക്കുവാനുള്ള, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഓരോ മകനും മകളും ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. യേശുവിനോട് കൂടെയായിരുന്നു കൊണ്ട്, വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപയുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് ഓരോ ദൈവത്തിലും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ആ വചനം കൊടുത്തു കഴിഞ്ഞപ്പോൾ, ദൈവസാന്നിധ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഈശോ പറയുക, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തു. ചെറുപ്പമായിരുന്നപ്പോൾ ആത്മീയതയുടെ ആ ശിശുത്വത്തിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയും, വചനം നിനക്ക് മനസ്സിലാകാഞ്ഞ സമയത്ത്, ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാഞ്ഞ സമയത്ത്, ലോകത്തോടുള്ള താല്പര്യം നിന്റെ ഹൃദയത്തിൽ നിൽക്കുന്ന സമയത്ത് നീ നിന്റെ ഇഷ്ടപ്രകാരം നീ പോയി. ഇപ്പൊ നീ ആർക്ക് വേണ്ടി പോകുകയാ? ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ശരീരത്തെയും സ്വന്തം ആത്മാവിനെയും സ്വന്തം ജീവനെയും സമർപ്പിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നിന്റെ മനോഭാവം കടന്നു വന്നു എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയും, എല്ലാം ത്യജിച്ചുകൊണ്ട് ദൈവവചനപ്രകാരം ജീവിക്കുവാനുള്ള വലിയ അഭിഷേകമാണ് പത്രോസിന്, ആദ്യത്തെ മാർപ്പാപ്പായായ വിശുദ്ധ പത്രോസിന് ഈശോ കൊടുത്തത്. കരമുയർത്തി ആ മനോഭാവം നമ്മുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കപ്പെടുവാൻ, ആ വലിയ അധികാരത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ഒന്ന് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 28-ാം തിരുവചനം പറയും, നിങ്ങളെയും ആജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ദൈവത്തിൻ്റെ അജഗണത്തെ നിങ്ങൾ ജാഗരൂകതയോടെ അവരെ നോക്കിക്കാണുക, ശ്രദ്ധാപൂർവം അവരെ പരിപാലിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് അപ്പസ്തോലന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ അജഗണത്തെ ശ്രദ്ധാപൂർവം പ്രകാരവ തിരുവചനങ്ങൾ അനുസരിച്ചുകൊണ്ട് തൻ്റെ അജഗണത്തെ ശ്രദ്ധാപൂർവം പരിപാലിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മൾ നിറയപ്പെടുവാൻ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ 3